ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 51 ചാത്തൻ പറഞ്ഞാൽ കേൾക്കുമല്ലോ. ഭാഗം 51 ചാത്തൻ പറഞ്ഞാൽ കേൾക്കുമല്ലോ ഇവിടെ ആരംഭിക്കുന്നു. ഗുരുദേവൻ അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്തുണ്ടായിരുന്ന ഒരു കൊച്ചു കെട്ടിടത്തിൻ്റെ വരാന്തയിലുള്ള അരമതിലിന്മേൽ ഇരിക്കുകയായിരുന്നു. കൊല്ലം പെരുന്നാട്ടുകാരനായ വിളയത്ത് കൃഷ്ണനാശാൻ എന്നൊരു ഭക്തൻ അപ്പോൾ ഗുരുവിൻ്റെ നർമ്മ സംഭാഷണം ശ്രവിച്ച് സന്തുഷ്ടനായി ഒരറ്റത്ത് ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ ഒരു ബഹളം കേട്ടു. ചിലർ ചേർന്ന് ഒരു സ്ത്രീയെ ബലമായി പിടിച്ച് ആ മുറ്റത്തേക്ക് കൊണ്ടുവരുന്നത് ഗുരുദേവൻ കണ്ടു. ആ സ്ത്രീയുടെ നോട്ടവും ഭാവവും കണ്ടപ്പോൾ തന്നെ അവരെ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശ്യമെന്തെന്ന് ഗുരുദേവന് മനസ്സിലായി. എങ്കിലും അടുത്ത് വന്നു നിന്നപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരാളോടായി ചോദിച്ചു, എന്താണ് ഉപദ്രവം? അയാൾ ഗുരുദേവനെ നമസ്കരിച്ചിട്ട് ഭവ്യതയോടെ പറഞ്ഞു, കല്ലേറാണ് ഉപദ്രവം. എറിയുന്ന കല്ലുകൾ വലിയ ഊക്കോടുകൂടി വരും, ശരീരത്തിൽ തട്ടുകയില്ല. ചില കല്ലുകൾ ശരീരത്തിൽ മുട്ടിയെന്ന് തോന്നത്തക്ക വിധത്തിൽ അടുത്ത് വീഴും. ഇങ്ങനെ 2-3 നാഴിക ഇടവിട്ട് കല്ലുകൾ വീഴുന്നുണ്ട്. ഇനി കല്ലെറിയുമ്പോൾ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ വളരെ അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ നിന്നിരുന്ന ആ സ്ത്രീയെ ആപാദചൂടം ഒന്ന് വീക്ഷിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു റാത്തൽ ഭാരമുള്ള ഒരു വലിയ കല്ല് വന്ന് ആ സ്ത്രീയുടെ തലയിൽ തട്ടി താഴെ വീണു. അവിടെ നിന്നവരെല്ലാം പരിഭ്രമത്തോടെ ഗുരുദേവനെ നോക്കി. ആ കല്ല് വന്നതും വീണതും ഗുരുദേവനും കണ്ടിരുന്നു. ആ വീണ കല്ലിൻ്റെ വലിപ്പത്തിലുള്ള മറ്റൊരു കല്ലെടുത്ത് അതിൽ ചുണ്ണാമ്പ് കൊണ്ട് ഒരു വര വരച്ച് ആറ്റിൻ്റെ പടിഞ്ഞാറേക്കരയിലുള്ള വൻകാട്ടിൽ വീഴത്തക്ക വിധത്തിൽ ശക്തിയുള്ള ആരെങ്കിലും എറിയട്ടെ. ഗുരുദേവൻ്റെ ആ കൽപ്പന കേട്ട് സ്ത്രീയുടെ കൂടെ വന്നവർ വിസ്മയഭരിതരായി പരസ്പരം നോക്കി നിന്നു. അല്ലാതെ കല്ലെറിയുവാനും ആരും ധൈര്യപ്പെട്ടില്ല. മഠത്തിലെ പാചകജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഒരാൾ ആ നേരം അവിടെ എത്തി. ഗുരുവിൻ്റെ കൽപ്പന ശിരസാ വഹിച്ച് അയാൾ വലിയ ശക്തിയോടെ ചുണ്ണാമ്പ് വരച്ച ഒരു കല്ല് ആറ്റിനക്കരയിലേക്ക് അപ്പോൾ വലിച്ചെറിഞ്ഞു. അത് ആറ്റിനക്കരെ ചെന്ന് വീണു. അത് കണ്ടിട്ട് ഗുരുദേവൻ ആജ്ഞാപിക്കും പോലെ പറഞ്ഞു, ചാത്തനാണ് എറിയുന്നതെങ്കിൽ ഈ ചുണ്ണാമ്പ് പുരട്ടിയ കല്ലെറിയണം. അവിടെ നിന്നവരെല്ലാം ആറ്റിനക്കരയിലേക്ക് ദൃഷ്ടികളൂന്നി സ്തബ്ധരായി നിന്നു. ചിലരുടെ ഹൃദയമിടിപ്പ് കൂടി. അത് പുറത്ത് കേൾക്കാവുന്നത്ര ഉച്ചത്തിൽ വരെ എത്തുകയുണ്ടായി. എന്തൊരത്ഭുതം! അടുത്ത നിമിഷത്തിൽ ചുണ്ണാമ്പ് വര വീണ അതേ കല്ല് തന്നെ തിരികെ പാഞ്ഞു വന്ന് ആ സ്ത്രീയുടെ തലയിൽ തൊട്ടില്ല എന്ന നിലയിൽ താഴെ വീണു. ആർക്കും ആ കാഴ്ച വിശ്വസിക്കാനായില്ല. ഓരോരുത്തരും ആ കല്ലെടുത്ത് തിരിച്ചും മറിച്ചും മാറി മാറി നോക്കി അത്ഭുതം കൂറി. അപ്പോൾ ഗുരുദേവൻ ഇങ്ങനെ കൽപ്പിച്ചു, ആ കല്ല് തന്നെ എറിഞ്ഞല്ലോ, കൊള്ളാം. ചാത്തൻ പറഞ്ഞാൽ കേൾക്കുമല്ലോ, എന്നാൽ ഇനി എറിയരുത്. ഗുരുദേവൻ്റെ അനുഗ്രഹവും അനുവാദവും വാങ്ങി അന്ന് അവർ അരുവിപ്പുറം മഠത്തിൽ തന്നെ താമസിച്ചു. ക്ഷേത്രത്തിലെ അന്നത്തെ ദീപാരാധനയിലും പൂജയിലും പങ്കുകൊണ്ടു. അടുത്ത പ്രഭാതത്തിൽ ഗുരുദേവൻ്റെ അനുവാദത്തോടുകൂടി സമാധാനത്തോടെ അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പിന്നീട് ഒരിക്കലും ആ സ്ത്രീക്ക് ചാത്തൻ്റെ ഉപദ്രവമുണ്ടായിട്ടില്ല. ആധുനിക മനഃശാസ്ത്രത്തെ പോലും അതിശയിപ്പിക്കുന്നതാണ് അന്ധവിശ്വാസത്തിനെതിരെയുള്ള ഗുരുദേവൻ്റെ ഇത്തരം ഇടപെടലുകൾ. നമിച്ചിടുന്നേൻ ശ്രീ ഗുരുദേവാതവ തിരുപാദങ്ങൾ, സ്തുതിച്ചിടുന്നേൻ ഞങ്ങൾ നിത്യം നാരായണമൂർത്തേ. കര കാണാത്തൊരു കടലിൽ മുങ്ങി അലയുന്നോർ ഞങ്ങൾ, കരുണാമയനെ കാരുണ്യാബ്ദേ കാത്തരുളിടണമേ. ശരണം 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 തരണേ ശിവഗിരി ഗുരുദേവാ.
തിരുപാദം ശരണം തേടുന്നടിയങ്ങൾ ഞങ്ങൾ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 51 ചാത്തൻ പറഞ്ഞാൽ കേൾക്കുമല്ലോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.